ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ആലപ്പുഴയിലെ അന്ധകാരനാഴി ബീച്ച്. ഈ ബീച്ചിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഈവനിങ്ങിലെ ആ സൺസെറ്റ് ഒന്ന് ആസ്വദിച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ ചെന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് തിരിച്ചു വരണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാന്. ഫ്രാങ്കായിട്ട് പറയാമല്ലോ, ഞങ്ങൾ ആക്ച്വലി ഉദ്ദേശിച്ചത് മരാരിക്കുളം ബീച്ചിൽ വന്ന് സൺസെറ്റ് കാണാനാണ്. ഞാൻ പണ്ട് ആലപ്പുഴയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തവണ മരാരിക്കുളത്ത് വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് ഇൻ കേരള എന്ന് വേണം പറയാനായിട്ട്. സൺസെറ്റിൻ്റെ നേരത്താകുമ്പോഴത്തേക്കും ഞങ്ങൾ അന്ധകാരനാഴി ബീച്ചിലേക്ക് എത്തിച്ചേർന്നുള്ളൂ. എന്നാൽ പിന്നെ മണിച്ചിത്രത്താഴിൽ നെടുമുടി വേണുവിനോട് പറഞ്ഞ പോലെ എന്നാൽ ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെ കൂടാം, 2 കസേര എടുത്തിട്ടെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അന്ധകാരനാഴി ബീച്ചിലങ്ങ് കൂടാൻ തീരുമാനിച്ചു. ഇന്നത്തെ സൺസെറ്റ് ഇവിടെ ആയിക്കോട്ടെ എന്നൊരു അശരീരിയും കേട്ടു. പിന്നെ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല. അപ്പോൾ പോകുന്ന വഴി അസാധ്യ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. മരട് ഫോർട്ട് കൊച്ചി വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കൂടി, ഫുട്ബോൾ ടർഫ് കൂടി നമ്മൾ കണ്ടായിരുന്നു. കേരളത്തിലെ ട്രോപ്പിക്കൽ ഏരിയയിലൂടെ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, അസാധ്യ ഭംഗിയാണ്. പല ഭാഗത്തും നമ്മൾ കായലിൻ്റെ നടുവിലൂടെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ വ്യൂ പോയിൻ്റ് ആസ്വദിക്കാനുള്ളൊരു ഉൾവിളി തോന്നി. അതാണ് ഈ സ്ഥലം. ചെല്ലാനത്തുള്ള കണ്ടക്കടവ് സീ വ്യൂ പോയിൻ്റാണിത്. കടൽ ഭിത്തി കെട്ടി അതിൻ്റെ പ്രൊട്ടക്ഷനിൽ ഒരു നല്ല വാക്കിംഗ് ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ കടലും നോക്കി കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാനുണ്ടല്ലോ, വല്ലാത്ത വൈബാണ്. ഇതുപോലുള്ള നാച്ചുറലി റിച്ചായ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. ഈ വഴിയെ പോകുന്നവർ തീർച്ചയായും ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഞങ്ങൾ ആടിപ്പാടി അവിടെ എത്തുമ്പോഴത്തേക്കും ഏതാനും സൺസെറ്റിൻ്റെ ടൈമായി. മരാരിക്കുളത്തേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായും സൺസെറ്റ് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് സൺസെറ്റ് കാണാനായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു ബീച്ച് തിരഞ്ഞെടുത്തു. അതാണ് അന്ധകാരനാഴി ബീച്ച്. ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ബീച്ചിൻ്റെ പേര് എഴുതി വെച്ച ആർച്ചും പണി തീരാത്ത 1-2 ബിൽഡിങ്ങും പിന്നെ കുറച്ച് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ബീച്ച് ഏരിയയിലോട്ട് കയറിയപ്പോഴാണ് ആ വൈബ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്യാവശ്യം ക്രൗഡഡായ ഒരു ബീച്ച്, ശാന്തസുന്ദരമായ കടൽ, ബ്യൂട്ടിഫുൾ ഈവനിങ്, നല്ല വൈബ് തന്നെയായിരുന്നു. ഇവിടുത്തെ മെയിൻ വിനോദമായിട്ട് കണ്ടത് ഈ പട്ടം പറത്തലാണ്. കുറേ ആളുകൾ പട്ടങ്ങളൊക്കെ വാങ്ങിച്ച് പറത്തി കുട്ടികളടക്കം വലിയവരടക്കം ആസ്വദിക്കുന്നതായിട്ട് കണ്ടു. കടൽ തീരത്തുള്ള സൺസെറ്റ് ഒരു മെസ്മറൈസിങ് ഫീൽ തന്നെയാണ്. അത് ഫാമിലിയുടെ കൂടെ ഇതുപോലെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. അങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു. പിന്നെ ഈ തിരകളുടെ മർമ്മരുണ്ടല്ലോ, വല്ലാത്ത ഒരു റിജുവിനേറ്റിംഗ് ഫീലാണ് നമുക്ക് തരിക. ഇവിടെ കുറച്ച് നേരം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഹാപ്പിയാവും. നമ്മളറിയാതെ നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാഞ്ഞു പോകുന്നതായിട്ട്, പറന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാവും എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കടൽ തീരം തിരഞ്ഞെടുക്കുന്നത്. ഈ അന്ധകാരനാഴി ബീച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അധികം ക്രൗഡർ അല്ലാതെ എന്നാൽ ഫാമിലിയുടെ കൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വളരെ നല്ല ബീച്ചാണിത്. വളരെ മനോഹരമായി അത്യാവശ്യം നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ചെയ്യുന്ന ഒരു നല്ല ബീച്ചായിട്ടാണ് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ടോയ്സും സ്നാക്സും അതേപോലെ ഈ പട്ടം പറത്തലും പരിപാടിയും എല്ലാം ഇവിടെ സജീവമായിട്ടുണ്ട്. ചെറായി ബീച്ചിനെയൊക്കെ പോലെ വളരെ സ്റ്റീപ്പായ ബീച്ചും അല്ല, അതേപോലെ കോവളം ബീച്ചിനെയൊക്കെ പോലെ വളരെ തിര കുറഞ്ഞ വളരെ നീളമുള്ള ബീച്ചും അല്ല. രണ്ടിനും ഇടയിലുള്ള ഒരു മോഡറേറ്റ് ബീച്ചായിട്ട് വേണം ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട്. പിന്നെ ചില കാലാവസ്ഥയ്ക്കനുസരിച്ച് ടൈഡിൻ്റെ സ്ട്രെങ്ത്തിനും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോയ സമയം വളരെ നല്ലതായിരുന്നു. ഈവനിങ് കാഴ്ചകൾ അതേപോലെ ഇങ്ങനെയുള്ളൊരു ആംബിയൻസും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞു. കുറേ ആളുകൾ പട്ടമൊക്കെ വളരെ ഹൈറ്റിൽ പറപ്പിക്കുന്നതായിട്ട് കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു മോഹം തോന്നി, ഇവരെക്കാളും ഹൈറ്റിൽ നമുക്ക് പട്ടം ഒന്ന് പറത്തണം എന്ന്. അപ്പോൾ അടുത്തുള്ള കടയിൽ ചെന്ന് ഞങ്ങൾ ഒരെണ്ണം കരസ്ഥമാക്കി. പിന്നെ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പട്ടം പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് നല്ല രീതിക്ക് പട്ടം പറത്താൻ പറ്റുന്നുണ്ടായിരുന്നു.
നല്ല കാറ്റ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എലിവേറ്റിംഗ് ഹൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് നല്ല രീതിക്ക് ഉയർത്തി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഏറ്റവും ഹൈറ്റിൽ ഈ പട്ടം പറത്തുക, എന്നിട്ട് ആ പട്ടം പൊട്ടിക്കാതെ തന്നെ പതുക്കെ നൂല് റീവൈൻഡ് ചെയ്തിട്ട് പട്ടം താഴേക്ക് എത്തിക്കുക. ഇതാണ് ഞങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്ത ടാസ്ക്. പിന്നെ വേറെ ഗംഭീര ടാസ്കുകൾ ചെയ്യുന്ന വികൃതി വീരന്മാരെ നമ്മൾ കണ്ടു. അവരുടെ പുറകെ ഓടുന്ന അവരുടെ പാരൻസിനെയും കണ്ടു. നമ്മളും ഒരുപാട് ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ഞങ്ങൾ പട്ടം പറത്തലിൽ തുടർന്നു. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മുകളിൽ കുറച്ച് പേര് പട്ടം പറത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഹൈറ്റൊന്നും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കടക്കാരൻ്റെ അടുത്ത് പോയി വീണ്ടും എക്സ്ട്രാ നൂല് വാങ്ങിച്ച് വീണ്ടും ഞങ്ങളെ പറത്തി ഞങ്ങൾ മാക്സിമം ഹൈറ്റ് എത്തിച്ചു. ഞങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുത്തായിട്ടാണ് നമ്മുടെ പട്ടം കാണുന്നത്. അത്രയും ഹൈറ്റ് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ശക്തിയായ കാറ്റിൽ പട്ടം എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ക്ഷമയോടെ ആ പട്ടത്തിനെ റീവൈൻഡ് ചെയ്ത് ഞങ്ങൾക്ക് താഴെ എത്തിക്കാൻ കഴിഞ്ഞു. പറപ്പിച്ച അതേ പട്ടത്തിനെ നമ്മൾ തിരിച്ചിറക്കി സ്പേസ് എക്സിന് മാതൃകയായിട്ട്. എത്ര ദൂരമല്ല കയറിപ്പോയേ, വീണ്ടും നമ്മുടെ കരങ്ങളിലേക്ക്. അംഗം ജയിച്ച് വിജയശ്രീ ലാളിതരായ അളിയൻ്റെ വാക്കുകളാണ് ഈ കേട്ടത്. അത്യാവശ്യം നൈറ്റായി തുടങ്ങി. അപ്പോൾ ചെറു കടകളും അതേപോലെ ടോയ്സൊക്കെ വിൽക്കുന്ന ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ഷോപ്സൊക്കെ സജീവമാണ് ഈ ഭാഗത്തായിട്ട്. നമുക്കടുത്തതായിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഫുഡ് സ്പോട്ട് വേണമായിരുന്നു. അതിനായി ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള സീഗൾ റെസ്റ്റോറൻ്റാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നല്ല ടേസ്റ്റുള്ള ഫുഡും ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വേമ്പനാട്ട് കായലിലെ കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രാധാന്യം. ഇവിടുത്തെ ആംബിയൻസിനെ വെല്ലാനായിട്ട് വേറൊരു റെസ്റ്റോറൻറ്റ് ഈ ഭാഗത്തില്ലെന്ന് വേണം പറയാനായിട്ട്. ഈവനിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരിക്കും. അതുമാത്രമാണ് ഇവിടുത്തെ ഒരു മൈനസ് പോയിൻ്റ്. ഇവിടെ വരുന്ന ഒരു നല്ലൊരു ശതമാനം ആളുകളും ഫോറിനേഴ്സ് ആയിരിക്കും. ചൈനീസും കോണ്ടിനെൻറ്റിനും നാടൻ ഫുഡും അടക്കം നല്ല വൈഡ് വെറൈറ്റി ഓഫ് ഫുഡും അതേപോലെ നമുക്ക് ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസും. കടലിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് കയറുന്ന ചെറിയ ചെറിയ ബോട്ടുകളും വള്ളങ്ങളും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് പോകുന്ന വലിയ കപ്പലുകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഈ ഒരു ആംബിയൻസ് വേറെ എവിടെ കിട്ടാനാണല്ലേ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ആഡ് ചെയ്താലും ഇതുപോലുള്ളൊരു ഫുഡ് സ്പോട്ട്. പിന്നെ ഈ ആംബിയൻസ് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരു ചാറ്റൽ മഴയും കൂടി ആയാലോ, അസാധ്യ ഭംഗിയല്ലേ. അതും കൂടി ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടി. 50 ഇരട്ടിയുള്ള ഒരു വൈബിനെ ഞങ്ങൾക്ക് 100 ഇരട്ടിയാക്കി തന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. ക്രൗഡഡായ റെസ്റ്റോറൻറ്റിൻ്റെ ഹ്യൂമിഡിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു ചാറ്റൽ മഴ, അതും ഈ ഒരു ആംബിയൻസിൽ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു നൽകിയത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷവും കുറേ നേരം നിന്ന് ഇവിടെ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് സെൽഫീസൊക്കെ എടുത്തിട്ടാണ് നമുക്ക് അവിടെ നിന്ന് വിട്ടത്. പിന്നെ ഇവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയ അവൈലബിളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കുട്ടികൾ ശല്യം ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റിയ ഒരു പ്ലേ ഏരിയ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഊഞ്ഞാലുകളും അതേപോലെ ഒരു ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു മുന്തിരി വള്ളിയുടെ താഴെയാണ് ഇതൊക്കെ അവൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ലേ? ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡ്രൈവ് ത്രൂ ലൊക്കേഷനിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ഞങ്ങളെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള കൊച്ചു വലിയ യാത്രകളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.